real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ നിർമ്മാണത്തിന് ശ്രമം നടത്താൻ കർമ്മസമിതി രൂപീകരിച്ചു. യോഗം ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. അടുത്ത വർഷം നമുക്ക് പോകാമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അങ്ങനെ പറയാൻ കഴിയും. കാരണം എന്ത് നടക്കുന്നുണ്ടെങ്കിലും ഞാനെല്ലാം നമ്മളാണ് ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ആലോചിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോ മൂവ്മെന്റും വളരെ ട്രാൻസ്പെറന്റ് ആയി. അതിലിങ്ങനെ ആർക്കെങ്കിലും അവകാശപ്പെടാനുള്ള ഒരു നീക്കമല്ല, പകരം പ്രാവർത്തികവൽക്കരിക്കാനുള്ള നീക്കമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടി ആലോചിച്ചുകൊണ്ട് പരമാവധി ഇതിൽ നമ്മൾ ആരൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, നമുക്ക് നമ്മുടെ MP നമ്മുടെ പ്രിയങ്ക ഗാന്ധിയെ, തൊട്ടപ്പുറത്തുള്ള ഇത് നമ്മളെ വരവേൽക്കുന്ന ചൂരൽമലയിൽ മന്ത്രിയാണ് നമ്മുടെ സിദ്ദീഖിനെ, അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മറ്റു മന്ത്രിമാരെ അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉന്നത തലത്തിൽ നമുക്ക് ഇതിന് ആലോചനകളുണ്ടായിരുന്നു. പക്ഷേ PD അബ്ദുൽ വഹാബ് MP ഇന്ന് MP വരാന്ന് പറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു കല്യാണം, ഒരു നിക്കാഹാണ്. വാസ്തവത്തിൽ എനിക്ക് ക്ഷണമുണ്ടത് ഇതേ സമയത്താണ് നിക്കാഹ്. അതുകൊണ്ട് വരാൻ കഴിയില്ല, പൂർണ്ണമായ പിന്തുണ ഇതിനുണ്ട് എന്ന് അദ്ദേഹം എന്നെ പറയാൻ കൂടി വിട്ടുപോയി. അപ്പോ ഇവിടെ നമുക്ക് പരമാവധി ഇത്തരം ഇതിലൊക്കെ നമുക്ക് അവരെയൊക്കെ ഉൾപ്പെടുത്താം. പക്ഷെ അവരെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് നടക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ആശയമായിരിക്കണം. കാരണം നമുക്കൊരു ആവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യം നമുക്കൊക്കെ പറയാം, എനിക്കിന്റെ വീട്ടിലേക്ക് റോഡ് വേണം, അവിടെ റോഡ് വേണം, ഇവിടെ റോഡ് വേണം, അത് ആവശ്യമാണ്. പക്ഷേ ആവശ്യത്തോടൊപ്പം തന്നെ ഇത് നടപ്പാക്കാനുള്ള രീതി കൂടി നമ്മളൊക്കെ മുന്നിൽ വെച്ചു കൊടുത്താൽ, ക്രിയാത്മകമായ ഒരു രീതി കൂടി മുന്നിൽ വെച്ചു കൊടുത്താൽ കുറച്ചുകൂടി ഏത് കാര്യമാണെങ്കിലും നടക്കാൻ ഉൾക്കൊള്ളും. അപ്പൊ അതിനുള്ള ഒരു നല്ല ചർച്ചകൾ കൂടി ഇവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗതാഗത ടൂറിസം രംഗത്ത് വികസന കുതിപ്പാകാൻ മലപ്പുറം വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എ. പറഞ്ഞു. മലപ്പുറത്തെയും വയനാടിനെയും ഒന്നിപ്പിക്കുന്ന പാത എന്നതിലുപരി കേരളത്തിന്റെ വികസന രംഗത്ത് നാഴികക്കല്ലാകുന്ന പാതയാകുമെന്നും വ്യക്തമാക്കി. പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് M.A. ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രിയങ്ക ഗാന്ധി MP, PV അബ്ദുൽ വഹാബ് MP, മന്ത്രി T. സിദ്ദീഖ്, MLA-മാരായ ആര്യടൻ ഷൗക്കത്ത്, IC ബാലകൃഷ്ണൻ, ഉഷ വിജയൻ, VS ജോയ്, TP അഷ്റഫ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C. മാമ്പ്ര, ജില്ലാ പഞ്ചായത്ത് അംഗം N.A. കരീം എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് M.A. ജോസ് ചെയർമാനും CH ഇക്ബാൽ കൺവീനറുമായി 51-അംഗ നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ കർമ്മസമിതിക്ക് രൂപം നൽകി. സർവകക്ഷി രാഷ്ട്രീയ പ്രതിനിധികളും വ്യാപാരി ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും അംഗങ്ങളാണ്. പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ MLA-മാരെയും ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ച് തിരുവനന്തപുരം ഉന്നതതല യോഗം ചേരും. പാത യാഥാർത്ഥ്യമായാൽ ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള ദൂരത്തിൽ 70 കിലോമീറ്റർ കുറവുണ്ടാകും. നിലമ്പൂർ മുണ്ടേരിയിൽ നിന്നും വയനാട്ടിലെത്താൻ നാടുകാണി വഴി 102 കിലോമീറ്റർ ചുറ്റിക്കറങ്ങണം. പാത യാഥാർത്ഥ്യമായാൽ കേവലം 48 കിലോമീറ്ററേ വരൂ. നിലവിൽ 12 കിലോമീറ്റർ മാത്രമേ പുതിയ റോഡ് വേണ്ടിവരികയുള്ളൂ. ഇതിൽ 4 കിലോമീറ്റർ കൃഷിവകുപ്പിന് കീഴിലുള്ള മുണ്ടേരി ഫാമിലൂടെയും 8 കിലോമീറ്റർ വനത്തിലൂടെയുമാണ്. വനത്തിലൂടെയുള്ള ഭാഗം പരിസ്ഥിതിക്കും വന്യമൃഗങ്ങൾക്കും ശല്യമില്ലാത്ത തരത്തിൽ എലിവേറ്റഡ് ഹൈവേയോ തുരങ്കപാതയോ ആക്കി മാറ്റാവുന്നതാണ്. നിലമ്പൂരിലെയും വയനാട്ടിലെയും ടൂറിസം രംഗത്തിനും പുതിയ ഉണർവായിരിക്കും ഈ പാത. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C. മാമ്പ്ര, ജില്ലാ പഞ്ചായത്ത് അംഗം N.A. കരീം, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP സുഗതൻ, ഇക്ബാൽ മുണ്ടേരി, റഷീദ് എളമ്പുലശ്ശേരി, മുസ്തഫ പാദാർ, സുധീഷ് ഉപ്പട, വിഭീഷ്, രാജു തുരുത്തേൽ, ഹക്കീം ചങ്കരത്ത്, P. ഹൈദരലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.